ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് TT എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ TT എടുക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ആള് പ്രഗ്നന്റ് ആണ്. ഇപ്പം ഏകദേശം നമ്മൾ 3 മാസത്തോളം ആയി. 3 മാസം കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് 3 മാസത്തിനിടയ്ക്കാണ് TT എടുക്കേണ്ടത്. പക്ഷേ എനിക്ക് ചുമയൊക്കെ ആയിട്ട് കുറച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് TT എടുക്കാൻ പറ്റുമെന്ന് കൺഫേം ഒന്നും ആയിട്ടില്ല, ചെന്നാലേ അറിയത്തുള്ളൂ. ചുമ നിക്കണമെന്ന് പറഞ്ഞു. ചുമയുള്ളപ്പോൾ TT എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പ്രഗ്നന്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നീട്ടി പോവുമായിരുന്നു. അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ അറിയാം TT എടുക്കാൻ പറ്റുമോന്ന്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, അതേപോലെ തന്നെ മറ്റേ പേരെന്തായിരുന്നു, ഡബിൾ മാർക്കർ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം റിസൾട്ടുമായിട്ട് ഇതുവരെ ഡോക്ടറിനെ നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഡോക്ടറിനെ കണ്ടിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് അറിയാൻ വേണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ചിച്ചി, പേടിയുണ്ടോ TT എടുക്കാൻ? നമ്മൾ ലാബിലെ റിപ്പോർട്ട് കളക്ട് ചെയ്തിരിക്കുകയാണ്. കളക്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. ലാബിലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞപ്പോഴേ TT എടുക്കാൻ പ്രിപ്പയറായി നിൽക്കുകയാണ്. പിന്നെ ഭയങ്കര സംഭവമല്ലേ TT എടുക്കുക എന്ന് പറയുന്നത്. ഗൈനക്കോളജി ഡോക്ടർ അനിത എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുണ്ട്രയിൽ. നമ്മളങ്ങനെ TT അടിക്കണം. TT അടിക്കണമെന്നല്ലേ, TT എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. അതിനു മുമ്പേ നമ്മൾ സുജാ സത്യൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, കാണുന്നുണ്ടോ ഇല്ലയോ? സോറി, സുജാ സത്യനല്ല, അതേതോ സീരിയലിലെ കഥാപാത്രം വന്നു സുജ. അപ്പോൾ സുജാ ലക്ഷ്മിയെ നമ്മൾ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. സുജാ ലക്ഷ്മിയെ കണ്ടിട്ട് വേണം, പൾമോളജിസ്റ്റാണ്. അപ്പം അവരെന്ത് പറയുന്നതെന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് എന്തോ എടുക്കാൻ. നമ്മൾ എന്തോ എടുക്കാൻ പറയൂ. TT എടുക്കാൻ. എന്താ വീക്കാനോ? അയക്കാൻ എന്തിനാ? TTക്ക് ഒന്നുമില്ല, ഒരു സൂചി കുത്തുന്ന വേദനകൾ. TT ഇതിനു മുമ്പ് എടുത്തിട്ടില്ലേ? പിന്നെന്താ, അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എന്തായാലും കൊള്ളാം. നമ്മൾ ഹോസ്പിറ്റലിനകത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ ഡോക്ടറിനെ കണ്ടു, അപ്പം കുഴപ്പമൊന്നുമില്ല, ആളെ ഹാപ്പിയാണ്. പിന്നെ TT എടുത്തതുകൊണ്ട് TT എടുത്തോണ്ട് കൈക്കൊരു വേദനയുണ്ട്. പക്ഷേ ആ കയ്യിലെ വേദന ഇനി നാളെ മാറത്തുള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട് പാവം. TT എടുത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.